എന്താണ് അത് ഫുൾ ലെയറിലാണ് വിശ്വാസം പീഡിപ്പിച്ചു. അങ്ങനെ കാണുമ്പോൾ ഞാൻ ഫോട്ടോ അതിനിടയിൽ ഒന്ന് കേസ് ഉണ്ടായി. എനിക്ക് കേസൊന്നും ഒരു പ്രശ്നമല്ല. അതിലൊരു പ്രശ്നം ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം ചോദിക്കുകയാണ്. അതായത് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടൊരു പീഡനം, റേപ്പ്, അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് നിലവിൽ ഇല്ല. എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിക്ക് ഒരു മോളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറയട്ടെ ഷിയാസ് കരീം എന്നൊക്കെയായിട്ട് റേപ്പ് ചെയ്തെന്ന് പറയണല്ലോ. പറഞ്ഞോ? പല സ്ഥലങ്ങളെയും കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു അലഗൻസ് എൻ്റെ പേരിലാണ്. പുഷ്പം പോലെ എനിക്ക് ജാമ്യം കിട്ടി. ഇങ്ങനെ എപ്പോഴെങ്കിലും പൈസ കൊടുത്ത് ഒതുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി എനിക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ഒരാളല്ല. അത് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല എനിക്ക്. സജ്ന ഫിറോസ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ ഷിയാസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സജ്ന ഇത്താൾക്കല്ല, എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ തന്നെ അവരെ ഞാൻ കാണുന്നു. അവരെ ഞാൻ ലൈഫിൽ രണ്ടുമായിട്ട് കണ്ടു. നിങ്ങൾ കല്യാണം, നിങ്ങളുടെ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഒരു മഞ്ഞപ്പത്രക്കാരുണ്ടല്ലോ, അവരാണല്ലോ ഇത് വലിയ ഷിയാസ് കരീം ഉണ്ടെങ്കിൽ അത് ഷിയാസ് കരീം തന്നെ ചെയ്തത്. ഷിയാസ് കരീം വില്ലനാണോ? അവർ തമ്മിൽ യോജിക്കുകയോ അവരെ ഒരുമിച്ച് ജീവിക്കുകയോ അവർ ഡിവോഴ്സ് ആവുകയോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഒരു സ്ത്രീ ആയിട്ടൊരു പുരുഷൻ മത്സരിക്കുന്നത് അത് ബുദ്ധിയുള്ളൊരു പുരുഷൻ ചെയ്യാറില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ ഏതൊരാണും ചെയ്യില്ല. ഒരു സ്ത്രീയായിട്ട് മത്സരിക്കാൻ നിൽക്കില്ല. എന്ത് പ്രശ്നം വന്നാലും സംസാരിച്ച് തീർക്കാനോ നോക്കും. ആരും മത്സരിക്കാനോ അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരും ട്രബിൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറയാനോ ഒന്നുമല്ല ഞാൻ ഇൻ്റർവ്യൂ. നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നു ചോദിച്ചു. വേറെ ചില പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി ഈ ഷിയാസുഖന്റെ പേര് ഇതിലേക്ക് മനഃപൂർവ്വം വന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംസാരമുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഗെയിം ഇതിന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന്? ഇത് ഒരാളുടെ മാത്രം പ്ലാനല്ല. സജിന വന്നത് ഇന്റർവ്യൂ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സജിനയ്ക്ക് ഇനിയിപ്പോൾ കൊലപാതകം മാത്രം ഒരാൾ, ബാക്കിയുള്ളതൊക്കെ വന്നു. MDMയുമായി ഷിയാസ്, നടൻ ഷിയാസ് അറസ്റ്റിൽ ബാംഗ്ലൂർ. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരുണ്ട്. പിന്നെ സണ്ണി ലിയോണിനെ പറ്റിച്ചു ഷിയാസ്. ഞാൻ മാത്രമല്ല ഈ ലോകത്ത് ഷിയാസ് എന്നുള്ളത്. സമയം ശരിയില്ല, അങ്ങനെ സംഭവിക്കുന്നേ. ലവ് മാരേജ് ആണോ അറേഞ്ച്മെന്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു. അവരുടെ ഫാമിലി പറഞ്ഞു കാണുമല്ലോ, അവരെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ അവൻകുട്ടി പറഞ്ഞു ഇതിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉമ്മയായിട്ട് സംസാരിച്ചോ. കുറേ മീഡിയക്കാരുണ്ട് ഷിയാസ് കരീമിന്റെ കല്യാണം കഴിക്കുന്ന കുട്ടി കല്യാണം മുടങ്ങി. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു വ്യക്തിയാണ്. എനിക്കത്ര ഇല്ല. പുള്ളിക്കാരി നാഷണൽ മറ്റേ ജൂഡോ എന്തോ അങ്ങനെ എന്തോ നാഷണൽ ഒളിമ്പിക്സിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പഠിക്കുന്നതിൻ്റെ ഇതായിട്ട് പുള്ളിക്കാരി പോയില്ല. ഒരു വഴക്കൂലും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആക്ടറാണ്, മോഡലാണ്, വേറെ ആരുമല്ല ഷിയാസ് കരീം. ഷിയാസ് സ്വാഗതം. സ്വാഗതം. എന്താണ് അത് ഫുൾ ലെയറിലാണല്ലോ ഷിയാസ് എന്ന് പറയുമ്പോഴേ ഇപ്പം ഫുൾ ലെയറിലാണ്. എന്നെങ്ങനെ എയർ നിൽക്കാൻ കാരണം? അതെനിക്കറിയാമല്ലോ. ഞാൻ ഇടയ്ക്ക് ഫ്ലൈറ്റിൽ യാത്ര കൊണ്ടായിരിക്കും ഫുൾ എയറിലായിരുന്നു. ഫ്ലൈറ്റ് യാത്ര ചെയ്തത് കൊണ്ടാണ്. അതൊന്നും അല്ല. ചില സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങൾ വരും. ചില മാസങ്ങൾ നമുക്ക് നല്ലതാവാം, ചില മാസങ്ങൾ മോശമാവാം, ചില വർഷം നമുക്ക് വളരെ മോശമാവാം. എന്നെ സംബന്ധിച്ച് ഈ 2023 ആദ്യം മിഡിൽ വരെ നല്ലതായിരുന്നു. ഈ എൻഡ് ഓഫ് 2023 എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ, അതെനിക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നാറില്ല. കാര്യം എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും നാട്ടുകാർക്കുമാണ് ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. എനിക്കിത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ വലിയ പ്രശ്നമായിട്ട് തോന്നിയതൊന്നും എനിക്ക് ഇതൊന്നും ആയിട്ട് തോന്നില്ല. വേറെ പ്രശ്നങ്ങളാണ്. അതൊന്നും എൻ്റെ ഫാമിലി ഇഷ്യൂസാണ്. എൻ്റെ പേഴ്സണൽ ഫാമിലി വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എൻ്റെ വലിയ ഇഷ്യൂ. കാര്യം എൻ്റെ ലോകം എൻ്റെ വീടും എൻ്റെ വീട്ടുകാരൊക്കെയാണ്. അവരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാത്രമേ എനിക്കത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുള്ളൂ. കാര്യം അല്ലാതെ പുറത്ത് എടുക്കുന്ന പ്രശ്നങ്ങൾ ഞാനത് വലിയ ഇഷ്യൂ ആക്കി എടുക്കാറില്ല. പക്ഷെ ചുറ്റും നിൽക്കുന്ന ആളുകൾ, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളും എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കത് വലിയ ഇഷ്യൂ ആണ്. ഷിയാസ് കരീമിനെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാനപ്പോൾ ദുബായിലാണ്. അപ്പോൾ എനിക്ക് ചില ആളുകളൊക്കെ ഇൻസ്റ്റയിൽ അവർക്ക് ഷിയാസ് കരീമിനെ അറിയില്ല. ഈ കേസൊന്നും ഇപ്പോഴാണ് അവർ അറിയണത് തന്നെ. അവർ ബിഗ് ബോസ് കണ്ടിട്ടുള്ള, സ്റ്റാർ മാജിക് കണ്ടിട്ടുള്ള, ചിലപ്പോൾ TV-ലൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഫോട്ടോ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവനേതാവൻ എന്ന് പറഞ്ഞാൽ അവനെ ലൈക്ക് കൊടുത്തേക്കുക അല്ലെങ്കിൽ അവനെ മൈൻഡ് ചെയ്യണ്ടാവും. ഇങ്ങനെ ഒരു ഷിയാസ് പീഡിപ്പിച്ചു അങ്ങനെ കാണുമ്പോൾ കമൻറ്റ് ഇട്ട് നീ ജയിലിലാണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്. ഞാനപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പരിപാടിയിലേക്കായിരിക്കും. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കേസ് എന്തായി എന്നുള്ള ആളുകൾക്കാണ് ഇത് അറിയേണ്ടത്. കാര്യം കേസ് എന്തായി, ഞാൻ ഫോട്ടോ ഇട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് കേസ് എന്തായി എന്ന് പറഞ്ഞാൽ കേസൊക്കെ പ്രശ്നമില്ല എന്നുള്ള എൻ്റെ അടുത്ത്. ഞാൻ ഫോട്ടോ ഇട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന അർത്ഥം എനിക്ക് കേസൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം ആളുകൾക്ക്
ഇതൊക്കെ അറിയണ്ട നമ്മുടെ ഞാൻ ഭക്ഷണം കഴിച്ചോ ആ ഷിയാസ്ക നിങ്ങൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഓക്കെ ആണോ അതൊന്നും ചോദിക്കില്ല. കേസ് എന്തായി കേസ് എനിക്കറിയാൻ പാടില്ല. എനിക്കില്ലാത്ത ആവലാതിയാണ് അവർക്കൊക്കെ. ഇപ്പൊ ഒരുപാട് കേസുകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഷിയാസ് കരീമിന്റെ പേര് വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മെയിൻ ആയിട്ട് നിന്ന 2 പ്രശ്നങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം അതിലൊരു പ്രശ്നം ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം ചോദിക്കുകയാണ്. അതായത് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ. അത് മറ്റുള്ളവർ വിചാരിച്ചു വെച്ചേക്കുന്നത്, കാരണം സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഷിയാസ് കരീം, കാരണം അന്ന് വന്നത് ഷിയാസ് കരീം റേപ്പിസ്റ്റ് ആണ് അല്ലെങ്കിൽ പീഡനവീരൻ എന്നുള്ള പേരിലാണ് ഷിയാസ് കരീം അറിയപ്പെട്ടത്. അപ്പൊ അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എന്തായിരുന്നു ശരിക്കും ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി ഈ മീഡിയയിൽ പറയാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതൊരു വ്യവസ്ഥയാണ്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഈ പീഡനം, റേപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സമ്മതമില്ലാതെ അയാളെ ഫോഴ്സിലി ചെയ്യുന്നതിനാണ് റേപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് നിലവിൽ ഇല്ല. അത് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലിങ്ങിലൂടെയാണ്. അപ്പം മോഡലിംഗ് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി സുന്ദരന്മാരുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞാൻ വളർന്നതും പഠിച്ചതും ചുറ്റുപാടും എല്ലാം സ്ത്രീകളുടെ കൂടെയും ഇടവഴിയും അല്ലേ. ഞാൻ പഠിച്ച മിക്സഡ് സ്കൂളിലാണ്. അല്ല, ഞാൻ ആണുങ്ങൾ മാത്രമുള്ള ഒരു സ്കൂളിൽ പഠിച്ച് ഒരു കോളേജിൽ പഠിച്ചിട്ട് എനിക്ക് ഭയങ്കര സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു സാധനമില്ല. എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ട്, അനീത്തിയുണ്ട്, അനീത്തിക്ക് ഒരു മോളുണ്ട്, എൻ്റെ ഇപ്പോൾ സ്റ്റിൽ എനിക്ക് വൈഫായി. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളല്ല. ഒരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഒരു ബലമായി അതിനെപ്പറ്റി ഒരു മനുഷ്യൻ എന്നെ പറ്റി പറയട്ടെ. ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറയട്ടെ ഷിയാസ് കരീം എന്നൊക്കെ റേപ്പ് ചെയ്തു എന്ന് പറയുള്ളൂ. പറഞ്ഞോ? ഒരുപാട് പേര് ശ്രമിച്ചായിരുന്നു. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ, കുറച്ച് മീഡിയക്കാർ പോയിട്ട് ഷിയാസ് കരീമിനെ പറ്റി ഏതെങ്കിലും സ്ത്രീ മോശം പറയുമോ എന്ന് ശ്രമിച്ചായിരുന്നു. ഞാൻ ഒരു സ്ത്രീയെ മോശമായിട്ട് സംസാരിക്കാനും കുറിച്ച് ചിലപ്പോൾ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അത് എന്നെ വിളിച്ചുകൊണ്ടായിരിക്കും. എന്നെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. അല്ലാതെ ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ഒരാളല്ല. അത് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന സ്വഭാവമല്ല എനിക്ക്. അല്ലെ എന്നെ ചീത്ത പറഞ്ഞാൽ ചേട്ടോ എന്നൊന്നും പറയില്ല ചേട്ടാ, ആ ഒരു സാധനത്തിൽ ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല. എന്നെ എന്ത് പറയുന്നു തിരിച്ച് ഞാൻ പറയുന്ന ഒരാളാണ്. അതിപ്പോൾ ആരാണെങ്കിലും 33 ഏജായി, ഈ ഒരു ഏജിൽ വരെയും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാര്യം സ്ത്രീകളോടൊക്കെ ഞാൻ വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എല്ലാവരോടും വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു അലഗൻസ് ഒക്കെ എൻ്റെ പേരിൽ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ആളുകൾക്ക് പറ്റില്ല. കാര്യം അത് പറ്റാത്തെന്ന് പറഞ്ഞാൽ കുറച്ച് പുരുഷന്മാർക്കാണ്. അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു ഇതായി അവൻ എനിക്ക് കിട്ടിയില്ല അവൾക്ക് കിട്ടി, അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. സ്വാഭാവികമല്ലോ, ഡെഫിനറ്റ്ലി. കാര്യം പൊക്കവും വണ്ണവും വെളുപ്പും ബോഡിയൊക്കെ ഉണ്ട്, അവൻ അങ്ങനെ ചെയ്യുമെന്ന് തന്നെ പറയും. മീശയൊക്കെ ഉണ്ട്. അത് പെൺകുട്ടികളൊന്നും വന്ന് ഇങ്ങനെ കമൻറ്റ് ഇടാറില്ല കേട്ടോ, നീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കമൻറ്റ് ഇടാറില്ല. കാര്യം ഇത് കേൾക്കുന്നവർക്ക് അറിയാം ഈ വർഷം വരെ ഒരാളെ പല സ്ഥലങ്ങളെയും കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ള ഒരു അലഗൻസൊക്കെ എൻ്റെ പേരിൽ വന്നത്. 5-6 സെക്ഷനൊക്കെ എൻ്റെ പേരിൽ എഴുതി വന്നേക്കാണ്. എന്നിട്ട് പുഷ്പം പോലെ എനിക്ക് ജാമ്യം കിട്ടി. അപ്പം അറിയാൻ പറ്റും, തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും ജാമ്യം കിട്ടില്ല. ഈ ബഹുമാനപ്പെട്ട കോടതിയും പോലീസൊക്കെ വെറുതെ ഇരിക്കുന്നല്ല, അവരിത് അന്വേഷിക്കും. ഇത് അന്വേഷിച്ചിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ജാമ്യം കിട്ടില്ല, ഞാൻ അകത്ത് പോകും. അല്ലേ, ഒരു മണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് ജയിലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം അതിനർത്ഥം സ്നേഹിക്ക് മനസ്സിലാക്കാൻ പാടില്ലേ, ഞാൻ കുറ്റം ചെയ്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് തെളിയും. അത് തെളിഞ്ഞില്ല, ദൈവന്റെ കൂടെയാണ്. മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രസ് മീറ്റ് വിളിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചിട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇതൊരു കോടതി വരെ എത്തിക്കേണ്ട പോലും കാര്യമില്ല. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു തുറന്ന സംസാരം ഷിയാസ് ഖാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല? ഇന്ത്യൻ ലോ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് അനുകൂലമുള്ള ലോ ആണ്. നമ്മൾ ഒരു സ്ത്രീയെ പറ്റി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പുരുഷന്റെ കൂടെ കോടതി നിൽക്കില്ല, ഭയങ്കര പാടാണ് നിൽക്കാൻ. ഞാനൊരു പ്രശ്നത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്. ഞാനായിട്ട് സ്നേഹിക്ക് ഒരു ട്രബിൾ തരണ്ട. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ എതിരെ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ അവരായിട്ടൊരു മത്സരത്തിന് പോകുന്നത് നല്ലതല്ല. അതൊരു ബുദ്ധിയല്ല. ഒരു സ്ത്രീ ആയിട്ടൊരു പുരുഷൻ മത്സരിക്കുന്നത് അത് ബുദ്ധിയുള്ളൊരു പുരുഷൻ ചെയ്യാറില്ല. നല്ലൊരു പുരുഷൻ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഏതൊരാണും ചെയ്യില്ല. ഒരു സ്ത്രീയായിട്ട് മത്സരിക്കാൻ നിൽക്കില്ല. എന്ത് പ്രശ്നം വന്നാലും സംസാരിച്ച് തീർക്കാനേ നോക്കുള്ളൂ. ഞാനത് അങ്ങനെ തന്നെ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ഒരു രീതിയിലും ആരെയും മത്സരിക്കാനോ അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരും ട്രബിൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറയാനോ ഒന്നുമല്ല ഞാൻ ഇൻ്റർവ്യൂ. നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നു തോന്നി ചോദിച്ചു. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊരു കാര്യം ചോദിക്കാണ്ടെന്ന് തന്നെ തോന്നുന്നു. ഞാൻ അതിനോട് വന്നിരിക്കുകയാണ്. പിന്നെ
നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയുക എന്നൊരു കർത്തവ്യമാണ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു അത്ര. ഇപ്പൊ ഒരുപാട് തവണ ഷിയാസൊക്കെ പറഞ്ഞു ഇങ്ങനെ കേസുകൾ വരുമ്പോൾ പൈസ കൊടുത്ത് ഒതുക്കേണ്ട അവസ്ഥ പലർക്കും ഉണ്ടെന്ന്. ഇപ്പൊ ഷിയാസൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴെങ്കിലും പൈസ കൊടുത്ത് ഒതുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. എല്ലാ മനുഷ്യന്മാർക്ക് നമ്മളെപ്പോഴും നമ്മുടെ സേഫായിട്ട് ഇരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാന്നാണ്. അപ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. കാര്യം അത് എല്ലാവർക്കും വരുന്നുണ്ട്. എന്നിട്ടും നമ്മളെ ഉപദ്രവിക്കണം എന്നൊരു വ്യക്തി നമ്മൾ എന്ത് ചെയ്ത് നല്ല കാര്യം ചെയ്താൽ ആ വ്യക്തി നമ്മളെ ഉപദ്രവിക്കും. അത് കുറച്ച് സമയം എടുത്താലും ഉപദ്രവിക്കും. അതങ്ങനെയാണ്. ഒരാൾ നമ്മളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളെ പല രീതിയിൽ നശിപ്പിക്കാൻ നോക്കും. ഇനി ഷിയാസൊക്കെ ഇടപെട്ടിട്ടുള്ള അടുത്ത ഒരു കേസിലേക്ക് അത് ഷിയാസൊക്കെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഇപ്പം സജ്ന ഫിറോസ് ഡിവോഴ്സ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിലുണ്ടായ ഇഷ്യൂ. അതെ, ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടു. ഫിറോസിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് മുമ്പുള്ള ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ഷിയാസ് കരീം എന്നുള്ള പേര് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പില് ഷിയാസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ സജ്ന എന്ന് പറഞ്ഞ വ്യക്തിയെ ഫിറോസിന് ഞാൻ ഫിറോസിക്ക എന്നാണ് ഞാൻ വിളിക്കാറ്. സജിനേനെ ഞാൻ സജിന ഇത്ത വിളിക്കാറില്ല. എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ തന്നെ അവരെ ഞാൻ കാണുന്നത്. കാര്യം എനിക്ക് അവരെ ഞാൻ എൻ്റെ ലൈഫിൽ 2 വട്ടം കണ്ടിട്ടുള്ളൂ. കാര്യം എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എൻ്റെ സഹോദരി, അങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഞാനിപ്പോഴും അങ്ങനെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അധികം കണ്ടിട്ടില്ലെങ്കിൽ നല്ലൊരു ബന്ധമുണ്ട്. കാര്യം ഈ പറഞ്ഞ ഫിറോസിക്ക് എന്നെ ഇടയ്ക്ക് വിളിക്കലുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫോണിലൂടെ ഒരു ബന്ധം, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പ്രശ്നം വന്നത് എൻ്റെ പേരെന്തിനാണ് ഇതിൽ വലിച്ചിട്ടെന്ന് എനിക്കറിയില്ല. കാര്യം എന്തെങ്കിലും ഉണ്ടാവാം. കാര്യം ഞാനില്ലെങ്കിലും എൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ എൻ്റെ എതിരെ നിൽക്കുന്ന ആളാവാം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളിലേക്ക് ആവാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എനിക്കിത് പേഴ്സണൽ എന്താണെന്ന് ഞാൻ ഇപ്പോഴും അവരോട്, കാര്യം ഇപ്പം നിങ്ങൾ തമ്മിൽ നിങ്ങൾ കല്യാണം നിങ്ങളുടെ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നത്തിന് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ തീർക്കേണ്ട കാര്യമാണ്. ഞാനില്ല ഇടപെടാം. അതുപോലെ തന്നെ ഈ സജിനയും ഫിറോസും തമ്മിലുള്ള പ്രശ്നത്തിന് ഞാനില്ല. എൻ്റെ പേര് അവിടെ എങ്ങനെ വന്നു ആ ഇൻ്റർവ്യൂ വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും. ഷിയാസ് കരീമിൻ്റെ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ ഷിയാസ് കരീമിൻ്റെ പേര് വന്നെന്നുള്ളൂ. അല്ലാതെ ഷിയാസ് കരീം ഇല്ല അതിൽ വ്യക്തമായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു മഞ്ഞപ്പത്രക്കാരുണ്ടല്ലോ, അവരാണല്ലോ ഇത് വലിയ ഷിയാസ് കരീം ഉണ്ടെങ്കിൽ അത് ഷിയാസ് കരീം തന്നെ ചെയ്തത്, ഷിയാസ് കരീം വില്ലനാണോ, അങ്ങനെയൊക്കെ കുറേ ന്യൂസുകളൊക്കെ വന്നായിരുന്നു. ഞാനിത് മൈൻഡ് ചെയ്യാറില്ല. കാര്യം ഇതിൻ്റെ പേരിൽ ഇപ്പോൾ 2ാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂ തന്നെ ഈ കാര്യം സംഭവം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു സജ്ന എന്ന് പറഞ്ഞ സ്ത്രീയെ എൻ്റെ സഹോദരിയെ പോലെയാണ് ഞാൻ കാണുന്നത്. അത് അവർക്കും അറിയാം. അവർ എൻ്റെ അടുത്തും അങ്ങനെ തന്നെ കാണക്കണം. കാര്യം നമുക്ക് വേറെ ഒന്നും അവർ ഞാൻ പറയാം, എൻ്റെ ലൈഫിൽ ഞാൻ അവർ 2 വട്ടം കണ്ടിട്ടുള്ളൂ. ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ജനങ്ങളാണല്ലോ ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. ഞാനും അവരും തമ്മിൽ എന്താന്ന് നോക്കിയാലേ. അപ്പൊ ഇപ്പം 2 വട്ടമേ കണ്ടിട്ടുള്ളൂ പറഞ്ഞു, സഹോദരിയെ പോലെ കാണുന്നതെന്നും പറഞ്ഞു. അപ്പം ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ചോദിച്ചിട്ടില്ലേ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്റെ പേര് എന്തുകൊണ്ടാണ് വന്നേന്നൊക്കെ? ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടില്ലേ? ഷിയാസ് കരീമിന്റെ പേര് എന്താ വരാൻ കാരണം ആ ഇന്റർവ്യൂ നിങ്ങളെടുത്ത് കാണുക. ആ ഇന്റർവ്യൂ വ്യക്തമായിട്ട് ആ ഇന്റർവ്യൂ നിങ്ങളെടുത്ത് അതിൽ പറയുന്നില്ലേ ഷിയാസ് കരീമിന്റെ എതിരെ കൊടുത്ത ആള് ഫിറോസായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഫിറോസായിട്ട് വീഡിയോ കണ്ടുവന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് അന്വേഷിക്കാൻ പോയില്ല. കാര്യം നമുക്കിത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ അത് ട്രബിള് വാങ്ങിക്കണ്ടല്ലോ വെച്ചിട്ടാണ്. അത് ട്രബിൾ ആവണ്ട, അതാണ് സംഭവം. അല്ലാതെ ഷിയാസ് കരീമായിട്ടൊരു ബന്ധമില്ല. എൻ്റെ എതിരെ കേസ് കൊടുത്തെന്തോ സ്ത്രീയോ ആ പുള്ളിക്കാരിയായിട്ടെന്തോ ഫിറോസ് ഫോട്ടോ എടുത്തുന്നോ വീഡിയോ എടുത്തുന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് എനിക്കിതൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാര്യം എനിക്ക് ഇത് നോക്കിയിരിക്കില്ല പണി. എനിക്ക് എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കുടുംബം, അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ഫാമിലി ഇഷ്യൂസ് നമ്മളെന്തിനാ ഇതിൽ ഇടപെടണേ? ഇപ്പം തന്നെ ഞാനിത് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഇതൊന്നും വലിയ സംഭവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവർ തമ്മിൽ യോജിക്കുകയോ അവർ ഒരുമിച്ച് ജീവിക്കുകയോ അവർ ഡിവോഴ്സ് ആവുകയോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ സജിന വന്നത് ഇൻ്റർവ്യൂ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സജിനയ്ക്ക് അങ്ങനെ പറയാൻ തോന്നിയൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു തോന്നി, അത് നല്ല കാര്യം. അത് അവരുടെ വശങ്ങൾ സംസാരിക്കണം. അടുത്ത ഫിറോസ് ഇൻ്റർവ്യൂ, ഇനിയിപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ നടത്തി ഫിറോസ് ഇൻ്റർവ്യൂ കൊടുക്കും, ഇനി ഇത് വലിയൊരു ഇഷ്യൂ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്, അതായത് വേറെ ചില പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി ഈ ഷിയാസുഖന്റെ പേര് ഇതിലേക്ക് മനഃപൂർവ്വം വന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംസാരമുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഗെയിം ഇതിന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന്? ഇത് ഒരാളുടെ മാത്രം പ്ലാൻ അല്ല, കുറച്ച് ആൾക്കാർ അതിന് കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ട്രൈ ചെയ്യും, ഞാൻ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യും.
എൻ്റെ ആഗ്രഹം എന്താണ് അതൊക്കെ ഞാൻ നിറവേറ്റിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഞാൻ എന്തായാലും ആ ഒരു കോൺഫിഡൻസോടെ നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇനി എൻ്റെ എതിരെ എന്തൊക്കെ എതിരെ വന്നാലും ഞാൻ അഭിനയിക്കും. ഇനിയിപ്പോൾ കൊലപാതകം മാത്രമേ പറയാനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വന്നു. കാര്യം ഇതിനു മുമ്പേ MDM നടൻ ഷിയാസ് അറസ്റ്റിൽ ബാംഗ്ലൂർ. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരുണ്ട്. പിന്നെ ഒരുപാട് പേര് വിളിച്ചു, എൻ്റെ സോഷ്യൽ മീഡിയയിൽ കമന്റ് അടിച്ചു, എനിക്ക് ആവശ്യമാടാ നീ അറസ്റ്റ് ചെയ്തില്ലേ. സണ്ണി ലിയോണിനെ പറ്റിച്ചു ഷിയാസ് അല്ലടോ. ഇത് ഷിയാസ് എന്ന് പറഞ്ഞ വേറെ ഏതൊരു വ്യക്തി ഉണ്ടോ? ഞാൻ മാത്രമല്ല ഈ ലോകത്ത് ഷിയാസ് എന്നുള്ളത്. നടൻ എന്ന് പറഞ്ഞത് ഏതിലും സീരിയലിലോ അല്ലെങ്കിൽ ഏതിലും ഷോർട്ട് ഫിലിം അഭിനയിച്ചാൽ അത് നടൻ തന്നെയാണ്. ഒരു റാം ഷോ ചെയ്താലും അയാൾ മോഡൽ എന്ന് പറഞ്ഞാൽ മോഡൽ തന്നെയാണ്. ഒരു ബ്രാൻഡിന് വർക്ക് ചെയ്താലും ഒരു ബ്രാൻഡ് ഷൂട്ട് ചെയ്താലും അയാൾ മോഡലാണ്. അതുപോലെ ഒരു സിനിമ അഭിനയിച്ചാലും അയാൾ നടൻ തന്നെയാണ്. ഇപ്പോൾ നടൻ ഏതോ ഒരു ലാംഗ്വേജ് ഒരു ഷിയാസ് നടൻ ഉണ്ടാവും. അയാളെ ബാംഗ്ലൂർ വെച്ച് എന്തോ പിടിച്ച് അത് ഞാനത് ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരുണ്ട്. സമയം ശരിയില്ല, അങ്ങനെ സംഭവിക്കുന്നേ, അത്രേ ഉള്ളൂ. ഇപ്പം ലൈഫിലേക്ക് ഒരാളും കൂടെ വരാൻ പോകും. ഇപ്പം നിക്കാഹ് കഴിഞ്ഞു, അപ്പോ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? ലവ് മാരേജ് ആണോ അറേഞ്ച്മെന്റ് ആണ്? ലവ് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു. അവർക്ക് എന്നെ അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് അവരെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഞാനൊരു ഇവന്റിന് പോയപ്പോൾ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. അവരുടെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കസിൻസ്. ഇവന്റിന് പോയപ്പോൾ ആ പെൺകുട്ടീനെ കണ്ടില്ല, അവരുടെ ഫാമിലിനെ കണ്ടപ്പോൾ ആ പെൺകുട്ടീൻ്റെ ഒരു റിലേറ്റീവ്സ് അങ്ങനെ ഇവരെ പരിചയപ്പെടുകയും അപ്പോൾ ആ പെൺകുട്ടി അവിടെ വരികയും ലൈക്ക് ഒരു എന്താ പറയുക, ഇവരൊന്നും തന്നെ എന്നെ അറിയില്ല. ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരൊക്കെ നോർത്ത് ഇന്ത്യൻസ് അവരൊക്കെയാണ്. അങ്ങനെ അറിയാത്ത അങ്ങനെ പരിചയപ്പെട്ട് ലൈക്ക് ഫോട്ടോ എടുത്തു. അവരെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. ഇവർക്ക് അറിയില്ല. ഇവർ ഈ പെൺകുട്ടി ഗൂഗിളിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്തിട്ടൊക്കെ അങ്ങനെ എനിക്ക് അറിയാൻ പാടില്ലാന്ന് അവരോട് പറയാൻ പറഞ്ഞു. ഷിയാസ് കരീം എന്ന വ്യക്തി എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുക്കാതിരുന്നത്. അല്ലെങ്കിൽ ഫോട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റായിരുന്നു. നിങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഇവന് ഏതാന്നുള്ളൊരു ധാരണയിൽ നിന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അത് ശേഷം ഞങ്ങൾ അവരുടെ വീട്ടുകാരായിട്ട് ഞങ്ങൾ ഈ റിലേറ്റീവ്സായിട്ട് സംസാരിച്ചിട്ട് കല്യാണം കഴിക്കുക. അങ്ങനെ ഒരു കല്യാണത്തിലേക്കുള്ളൊരു ഇതായിരുന്നു. മലയാളിയാണോ? ഒരു ജനിച്ചത് വളർന്നൊക്കെ പഠിച്ചൊക്കെ ഡൽഹിയിലാണ്. തൊടുപുഴയാണ് വീട്. മലയാളിയാണ്. അപ്പോൾ ഇക്കൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പാസ്റ്റ് ആണെങ്കിലും ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ ഫാമിലി ഇപ്പൊ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാനിത് എൻ്റെ പെൺകുട്ടിയുടെ അടുത്ത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഞാൻ 1 year ആയിട്ട് ഇത് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എൻ്റെ ലൈഫിൽ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഒരു ടെൻഷനും വേണ്ട, ഇതിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അത് ഞാൻ വേറൊരു സ്ത്രീയെ കുറ്റം പറയുകയാണെന്ന്. കുറ്റം പറയുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ വശം പറയുമ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ ഭാഗമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു കുറ്റമാണല്ലോ ഇത്, കേൾക്കുന്നവർക്ക് അത് കുറ്റം പോലെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉമ്മയായിട്ട് സംസാരിച്ചോ, ഉമ്മാക്കറിയാം, എന്നെക്കാൾ കൂടുതൽ ഉമ്മാക്കറിയാമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ഒരു എന്താ പറയുക, ഞാനിതിൽ വലിയ ഇതാക്കിയിട്ടില്ല, ഉമ്മാക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാടുത്ത് ചോദിക്കേണ്ട, എനിക്ക് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ കറക്റ്റ് കാര്യങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. കാര്യം അവർക്ക് 10-26 വയസ്സുണ്ട്, അത്യാവശ്യം കാര്യങ്ങളെ പറ്റി ഒരു ധാരണയുണ്ട്, പിന്നെ ഡോക്ടറാണ്, അത്യാവശ്യം പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. നോർമലി സ്ത്രീകൾ, എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്ക് കൂടുതൽ ഡിസിഷൻ എടുക്കാൻ സ്ത്രീകൾക്കാണ് കഴിവെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അവർ കുറച്ചുകൂടി മെച്യൂരിറ്റി കൂടുതൽ കാണിക്കും. കാര്യം എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതുണ്ടാവും. കാര്യം കുറച്ച് ബോൾഡായിരിക്കും സ്ത്രീകൾ. ഞാൻ എടുത്തിയാടി തീരുമാനിക്കുന്ന ആളാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനം. കാര്യം നിങ്ങൾക്ക് അറിയുന്നതിന് നിങ്ങൾ ഒരുപാട് എന്താ പറയുക, ഒരു മന്ത്ലി നിങ്ങൾക്ക് പീരീഡ്സ്, അത് നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. ലൈഫിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ, ഒരു മാസം ഇങ്ങനെ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ ഒരു പെൺകുട്ടിക്ക് കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഞാൻ ട്രബിളിലാണ്. അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. അവർ ഓക്കെ. എനിക്ക് ഈ പ്രശ്നം വന്നപ്പോൾ അവരാണ് എന്നെ കൂളായിട്ട് എൻ്റെ കൂടെ നിന്നു. പിന്നെ കുറേ മീഡിയക്കാരുണ്ട്, ഷിയാസ് കരീമിൻ്റെ കല്യാണം കഴിക്കുന്ന കുട്ടി കല്യാണം മുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ തന്നെ ഷോക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിലെ മീഡിയ ഇങ്ങനെയാണ്, നോർത്ത് ഇന്ത്യൻ പോലത്തെ അല്ല, നിങ്ങൾ നോർത്തിലെ മീഡിയക്കാരെ പോലെ അല്ല, കേരളത്തിലെ മീഡിയാസ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അവർക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി അവരെന്തും പറയും, എന്തും ഇടും. നമ്മളത് മൈൻഡ് ചെയ്യണ്ട, ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പം നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഇനിയിപ്പോൾ തെളിയിക്കാൻ വേണ്ടി നീ ഒരു വീഡിയോ നമ്മളൊന്നും ചെയ്യാം. അപ്പോൾ ഐ ഡോണ്ട് ലൈക്ക്, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടൊരു ഇതൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവളോട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത്
ഞങ്ങളിത് സില്ലിയായിട്ട് എടുക്കണേ. ഞങ്ങളുടെ ഇടയിൽ ഇതൊരു ഫണ്ണി എലമെന്റ് ആണ്. കാര്യം ഞാനോടും കൂടി ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ്. കാര്യം ഞങ്ങൾ ചിരിക്കുള്ളൂ. കാര്യം ഇതൊക്കെ ഞങ്ങൾ തമാശയായിട്ട് എടുക്കാറുള്ളൂ. ഞങ്ങൾ ഓരോന്നും പോലെ ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. കാര്യം മീഡിയയിൽ അവൾക്ക് മലയാളം വായിക്കാറില്ല. അപ്പോൾ കൂടെ കസിൻസൊക്കെ ആയിരിക്കും വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവൾ പറയും ഇന്ന് എനിക്കൊരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ തമ്പ് ലൈൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രാത്രി സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഇതൊക്കെ ഫൺ എലമെന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ടോ. ഇതിന് മുമ്പ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയമൊക്കെ 2-3 ഉണ്ടായിട്ടുണ്ട്. അത് പ്രണയത്തെ പറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രണയിക്കാത്തൊരാരും ഇല്ലല്ലോ. അത് ഉണ്ടാവണം. സീരിയസ് റിലേഷൻഷിപ്സ് ഒക്കെ എല്ലാം സീരിയസ് തന്നെയായിരുന്നു. അല്ലാതെ ഫണ്ണായിട്ടുള്ളൊരു പ്രണയത്തിലേക്ക് ഞാൻ നിന്നിട്ടില്ല. കാര്യം സീരിയസ് റിലേഷൻഷിപ്പ് തന്നെയാണല്ലോ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. കാര്യം നമ്മൾ തമാശയ്ക്ക് ഒരാളെ വാഗ്ദാനം കൊടുക്കുക അതൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി. അതൊരു ജെന്യൂനിറ്റി ഉള്ളാത്തൊരു പരിപാടിയാണ്. പിന്നെ സീരിയസ് ആയിരുന്നു. ഒരു സമയത്ത് മനസ്സിലാക്കാൻ ആ വ്യക്തിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് ബാക്കൗട്ട് അടിക്കുക. അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ശത്രുതയൊക്കെ ഉണ്ടാവുന്നതൊക്കെ ചിലവർക്ക് ഉണ്ടാവുള്ളൂ. കാര്യം അവർ ചിലപ്പോൾ നമ്മുടെ ജീവൻ നശിപ്പിക്കാനോ നോക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല ഇത് ആർക്ക് ട്രബിൾ ചെയ്യാനോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഷിയാസ് കരീം ഇങ്ങനെയൊന്നല്ലായിരുന്നു മുമ്പ്. 1 രൂപ എടുക്കാണ്ടായാലും അതൊരു ബുദ്ധിമുട്ട്. ഇപ്പോഴും വലിയ പൈസ ഒന്നും ഇല്ലെങ്കിലും വീടൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് വീടുണ്ടായില്ല, സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പ്രണയിക്കുക എന്നുള്ളൊരു ഇല്ലാത്ത ടാസ്ക്കാണ്. കാര്യം നല്ലൊരു കടയിൽ കയറി ചായ കുടിക്കാൻ പോലും എൻ്റെ പൈസ ഉണ്ടായില്ല. ഒരു കോഫി ഡേറ്റിന് പോകാൻ പോലും പൈസ ഉണ്ടായില്ല. അപ്പോൾ അത്ര സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒരു പ്രണയം, നല്ല ഡ്രസ്സില്ലാത്ത നല്ല എൻ്റെ അടുത്ത് കൂട്ടുകാരന്മാർ എനിക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, എന്നും ഈ ഡ്രസ്സ് തന്നെയാണ് നീ ഇടുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ഉണ്ടായിരുന്നു. അതാ പറയുക സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രഗിളാണ്. വലിയ ലൈഫിൽ ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് ഇൻസൾട്ടിങ്ങും പരിപാടികളൊക്കെ. അപ്പോൾ ഞാനത് വലിയ പ്രണയം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ എൻജോയ്. അപ്പൊ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് നമ്മൾ മുൻകൂർ ജാമ്യം പോലെ കുറെ കാര്യങ്ങൾ പറയില്ല, ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അങ്ങനെ മുൻകൂർ ജാമ്യം എടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ദേഷ്യമാണ്, എന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ കുറച്ച് കുറവാണ്, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഷോർട്ട് ടെമ്പേർഡാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി എടുത്തുകാട്ടൊക്കെ ഉണ്ട്, നീ വേണം നോക്കാൻ, നീ ഒന്ന് എന്നെ ഒന്ന് കൂളാക്കണം, ഒന്ന് കാമാക്കി തരണം, കൊയിറ്റായി മിണ്ടായിരിപ്പിക്കണം. അപ്പോൾ പറഞ്ഞാൽ ശരി. പിന്നെ അവളുടെ ഫാദറും ഭയങ്കര എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാട്ടോ. പുള്ളി പോലീസ് ഓഫീസറാണ്. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ എടുത്തുചാട്ടം പുള്ളി എന്നെ പറഞ്ഞ് എന്നെ കൂളായിട്ട് സംസാരിപ്പിക്കും. എന്നെ ഇപ്പോൾ എനിക്കെന്തെങ്കിലും എടുത്തുചാടിയെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് മോനെ അത് ചെയ്യണ്ട, അത് പെട്ടെന്ന് അത് കളഞ്ഞേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞുതരും. അവളുടെ ഫാദറും മദറാണെങ്കിൽ ഭയങ്കര പാവം, ഭയങ്കര സ്നേഹമുള്ള. അപ്പോൾ എനിക്കൊരു ഭയങ്കര നല്ലൊരു ഫാമിലി തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം ഇങ്ങനെയാണ് കാര്യം. അവരിത് ഇപ്പോൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഇതിന് വലിയൊരു പ്രശ്നം ഇനി വരാനില്ല. ആ സമയത്ത് എൻ്റെ കൂടെ അത്ര കട്ടയ്ക്ക് നിന്നാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ജീവിതത്തിൽ. ഞാൻ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് നിലവിൽ ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്തൊക്കെ ക്വാളിറ്റിയാണ്, ഐ മീൻ നിങ്ങളൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം മനസ്സിലാക്കി വരുന്ന സ്റ്റേജ് ആണല്ലോ, അപ്പം ആൾക്ക് ഇന്ന പോലെയൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയ കുറെ കാര്യങ്ങൾ എന്താണ് എന്റെ പാർട്ട്ണർ ആവാനുള്ളത്? പുള്ളിക്കാരിക്ക് ഓവറായിട്ട് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. ഒറ്റ മോളാ. അപ്പൊ സിബ്ലിങ്സ് ഇല്ലാത്തതിന്റെ ഒരു ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഫാദർ ജോലിക്ക് പോകുന്നു, ഉമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷമമുള്ള ഒരാളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി എന്നിലൂടെ ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് കൊടുക്കാം. പിന്നെ എന്താ പറയുക, പിന്നെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു വ്യക്തിയാണ്. എനിക്കത്ര ഇല്ല, ഞാൻ അത്ര ലിസണറല്ല. അണ്ടർസ്റ്റാൻഡിങ് ഒന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് അയ്യോ ശരി അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് അത് മനസ്സിലാവുള്ളൂ. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത് സ്ത്രീകൾക്ക് ഉള്ളൊരു ക്വാളിറ്റിയാണ്. ചില പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാര്യം ഭയങ്കര ലിസണറായിരിക്കും, അതുപോലെ അവർക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ദേഷ്യമൊക്കെ വന്നാൽ അവർ കൺട്രോൾ, ഇവരും ഭയങ്കര ദേഷ്യം കൺട്രോൾ ചെയ്താൽ. പുള്ളിക്കാരി നാഷണൽ മറ്റേ ജൂഡോ എന്തോ അങ്ങനെ എന്തോ കരാട്ടെ എന്തൊക്കെയോ ആണ്, നാഷണൽ ഒളിമ്പിക്സിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പഠിക്കുന്നതിൻ്റെ ഇതായിട്ട് പുള്ളിക്കാരി പോയില്ല. അത്രയും നല്ല ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ല ക്യാരക്ടറിൻ്റെ ഉടമ. അതാണ് മെയിൻ ഒരാളുടെ. ഇപ്പം എനിക്കില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ പുള്ളിക്കാരിക്കുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭീകരമായിട്ടൊരു നല്ലവനായ ഉണ്ണിയൊന്നുമല്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ഞാൻ ഇപ്പം സ്നേഹയുടെ ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കാര്യം ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പോകുന്ന ഒരാളാണ്. കാര്യം അതിൻ്റെ 10 മിനിറ്റ് കഴിയുമ്പോഴാണ് അയ്യോ ദൈവമേ ഞാൻ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടിയിരുന്നു, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഒന്ന് മാപ്പൊക്കെ. അപ്പോൾ ആ
10 മിനിറ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ആ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സാധനം അവൾക്കുണ്ട്. ചിലവർക്ക് അതില്ല. 10 മിനിറ്റ് അവർ എന്നോട് വീണ്ടും വഴക്കുണ്ടാക്കി എന്നെ വീണ്ടും ഇങ്ങനെ എന്നെ പ്രൊവോക്ക് ചെയ്യും. ഇത് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇതുവരെയും നിലവിൽ സ്റ്റിൽ ഒരു വഴക്കൂലും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു, ഞാൻ അല്ലെങ്കിൽ എല്ലാവരും വഴക്കുണ്ടാക്കുന്ന ആളാണ്. ഒരു വഴക്കും അത് ഭയങ്കര ഗുണമാണ്. കാര്യം എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത കാര്യം ഞാൻ പെട്ടെന്ന് മാറിക്കുമ്പോഴാണ് വഴക്ക് കൂടുതൽ വരുന്നത്. ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവുമ്പോഴല്ലേ വഴക്കുണ്ടാവുന്നത്. അടുത്തുള്ളപ്പോഴാണ് വഴക്കുണ്ടാക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ. നമ്മൾ ഒരാളെ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് വഴക്കുണ്ടാവുന്നത്. അടുത്ത് അയാൾ കൂടുതൽ മനസ്സിലാവുമല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അടുത്തുള്ളപ്പോൾ നമുക്ക് നിങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പിന്നെ വഴക്കുണ്ടാക്കാൻ തോന്നൂല. മറ്റു ദൂരെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ഒരു കുറച്ച് പൊസസീവ് ആവും. എങ്ങനെ പോയി ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു, അവളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും വിളിച്ചു നോക്കാം, ഇങ്ങനെ ടോർച്ചർ അതൊന്നുമില്ല. ഒന്നാമത് ഏജിന്റെ ഒരു ഗുണമാണത്. പുള്ളിക്കാരിക്ക് 26 എനിക്ക് 30. അപ്പോൾ ആ ഒരു ഏജ് കറക്റ്റ് ഒരു ഏജിന്റെ ഒരു ആ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ ആണ്. അധികം അണ്ടർസ്റ്റാൻഡിങ് ആണ് മെയിൻ ഒരു റിലേഷന്റെ. അത് ഞങ്ങൾ തമ്മിൽ ഉണ്ട്. അതുകൊണ്ട് ഭാഗ്യമാണ്. ആണോന്ന് ചോദിച്ചാൽ ഞാനാണ് കുറച്ച് അങ്ങനെ ഭീകരമായിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പോസിറ്റീവ് അല്ല. ഞാൻ ഈ ഒരു എന്താ പറയുക, ചില സാധനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് പോസിറ്റീവ്. കാര്യം ഇപ്പോൾ എൻ്റെ വൈഫ് എനിക്കൊരു സാധനം വാങ്ങിച്ചു തന്നു, അത് എനിക്കല്ല, അത് വേറെ ആ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ആണെങ്കിലും അങ്ങനെ തന്നെ. കാര്യം എനിക്ക് അല്ലെങ്കിൽ എനിക്കൊരു സാധനം എൻ്റെ അനിയന് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉമ്മാനോട് ഒരു പോസിറ്റീവ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു കുശുമ്പ് അത്രേ ഉള്ളൂ. അത് സ്വാഭാവികം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്നത്. അത്ര അല്ലാതെ എൻ്റെ വൈഫ് അവനോട് മിണ്ടി ഇവരോട് അങ്ങനത്തെ പോസിറ്റീവ് ഒന്നും എനിക്കില്ല. എൻ്റെ വൈഫല്ലേ, ഈ ലോകത്ത് ആണുങ്ങൾ ഉള്ള ലോകം തന്നെയാണ്. സ്ത്രീകൾ പുരുഷന്മാരോട് സംസാരിക്കേണ്ടവരും പുരുഷന്മാരോട് ജോലി ചെയ്യേണ്ടവരും. എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഇന്റർവ്യൂ ചെയ്ത് എൻ്റെ വൈഫ് നിങ്ങളൊന്നും ഇന്റർവ്യൂ ചെയ്ത് അങ്ങനത്തെ ആ സാധനം ഞങ്ങളുടെ ഇടയിൽ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പരാജയമാണ്. അങ്ങനെ പല ആളുകളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതാണ് ഞാൻ അവർക്കുണ്ടായ ഒരു ക്വാളിറ്റി. കാര്യം അവരെന്നെ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗം. ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ നോക്കുവാണ്. എല്ലാം അടിപൊളി. കാരണം ഔട്ട്ഫിറ്റ്, ഈ ക്രോക്സ് അല്ലേ ഇത്, അങ്ങനത്തെ ഒരു സംഭവം. എനിക്ക് പേരറിഞ്ഞൂടാ കേട്ടോ. അപ്പം ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്? പക്ഷെ ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഡ്രസ്സിംഗ് ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു സ്ലിപ്പറും ടീഷർട്ടും ഒരു ട്രാക്ക് ഇട്ടാലും അതിലൊരു സ്റ്റൈൽ കണ്ടെത്തുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇതിന്റെയൊക്കെ ഒന്ന് റേറ്റ് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. വാച്ച് നല്ല ഭംഗിയുണ്ട്. കാരണം ഇങ്ങനെ ഈ കല്ലൊക്കെ വെച്ചൊരു വാച്ച് ബോയ്സ് ഇടുന്ന ആദ്യമായിട്ടേ കാണും. ഇത് ഫ്രാങ്ക് മുള്ളർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്, വലിയ ബ്രാൻഡാണ്. വില അത്യാവശ്യം ഉണ്ട് ഇതിന്. എത്രയാണ് പ്രൈസ്? അല്ല, ഇതിന്റെ ഒറിജിനല് ഒരു നല്ല ലക്ഷങ്ങളുണ്ട്. ഇത് കോപ്പിയാണ്. ഇത് ഫസ്റ്റ് കോപ്പിയാണ്. ദുബായിൽ നിന്ന് വാങ്ങിച്ചാണ്. കുറച്ച് വിലയുണ്ട്. എന്തായാലും ഒരു 1,00,000 രൂപ അടുത്ത് വിലയുണ്ട്. ഇത് കുറച്ച് ഇതൊരു ഡിഫറെന്റ് സാധനമാണ്. കാര്യം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഞാനൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതെനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അവര് ഗിഫ്റ്റ് ആയിട്ട്. അല്ല, ആക്ച്വലി ഇത് ഞാൻ എന്നെ പോലുള്ള ആളെ കിട്ടാൻ ഇത് ഇടാൻ പോയി. നോർമൽ മനുഷ്യട്ട് ഇത് എന്താന്നൊക്കെ ചോദിക്കും ആൾക്കാർ. ഇതൊരു പ്രത്യേക സാധനമാണ്. കാര്യം ദൈവത്തിന് എല്ലാം ഞാൻ പിന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാം. അപ്പൊ ആളുകൾ എനിക്ക് ഭ്രാന്താന്ന് പറയും. അത് സ്വാഭാവികമാണല്ലോ. ഡിഫറെന്റ് ആയിട്ട് നടക്കുന്നവർക്ക് ഭ്രാന്താന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ മുടിയൊക്കെ ചിലവർ നല്ലതെന്ന് പറയും, നല്ല ഫാഷനാന്ന് പറയും, ചിലവർ അവന് ഭ്രാന്താന്ന് പറയും. സ്വാഭാവികമായിട്ട് അത് കേരളം അങ്ങനെയാണല്ലോ. കേരളം ഒരു പ്രാന്താലയമാണെന്ന് പറയുന്ന കാര്യം. ഭ്രാന്ത് ഇല്ലാത്തവർക്ക് ഭ്രാന്ത് ഉണ്ടെന്നും ഭ്രാന്ത് ഉള്ളവർക്ക് ഭ്രാന്ത് ഇല്ല എന്ന് പറയുന്ന സ്ഥലമാണ് കേരളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെയാണ്. ഇതെപ്പോഴും എൻ്റെ കയ്യിലുള്ള ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. ഈ മോതിരവും ഈ ചെയിനും ഓരോ കല്ലുകളാണ്. നമ്മുടെ ഇത് അങ്ങനെ തന്നെയാണ്. കുറച്ച് പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. ശത്രുക്കൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അവരെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തന്നെ പോയിക്കോളും. നമ്മൾ സക്സസ് ആയി കഴിയുമ്പോൾ ശത്രുക്കൾ തന്നെ ഓടി കണ്ടം വഴി ഓടുവരൊക്കെ. ലക്ഷങ്ങളുടെ വിലയുള്ള മുതലാണ് ലക്ഷങ്ങളില്ലെങ്കിലും ഈ വാച്ചിന് മാത്രമാണ് നല്ല വില. ഇതൊരു 1 lakh ഉണ്ട്. ഈ ഒറിജിനൽ ഫ്രാങ്ക് മുള്ളറിന് ഭയങ്കര വിലയാ. അത് വാങ്ങാനുള്ള പൈസ എൻ്റെ ഇല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, രൺവീർ സിംഗ് ഒക്കെ ഇടുന്ന സെയിം ബ്രാൻഡാണ് ഫ്രാങ്ക് മുള്ളർ. ഭയങ്കര ബിഗ് ബ്രാൻഡാണ്. അത് ലക്ഷങ്ങൾ വിലയുണ്ട്. ലക്ഷങ്ങളൊന്നുമല്ല, എനിക്കറിയില്ല കേട്ടോ. നല്ല വിലയുണ്ട് ഇതിന്. അതെന്തായാലും
വാങ്ങാൻ പറ്റുമായിരിക്കും ഭാവിയിൽ. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ, ഫ്യൂച്ചർ അടിപൊളിയാവട്ടെ, ന്യൂ ഇയർ അടിപൊളിയാവട്ടെ. താങ്ക് യു സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.